മുൻ കേരള കോൺഗ്രസ് നേതാവ് കൂടിയായ ശ്രീ സജി മഞ്ഞക്കടമ്പൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഈ പുതിയ സംഭവവികാസങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു സമയത്ത് UDF-ലേക്ക് പോകും എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു കേരള കോൺഗ്രസ്. പക്ഷേ അവിടെ റോഷി തടയിടുന്നു, ചില ഇടപെടലുകൾ ഉണ്ടാകുന്നു. CPM-ന്റെ പിന്തുണ റോഷിക്ക് വരുന്നു. കേരള കോൺഗ്രസിലെ MLA-മാരിൽ ഭൂരിഭാഗവും റോഷിക്കൊപ്പം നിൽക്കുന്നു. അക്ഷരാർത്ഥത്തിൽ വല്ലാത്തൊരു ആശയപ്രതിസന്ധിയിലാണോ ജോസ് കെ മാണി ഉള്ളത്? അല്ല, തീർച്ചയായും ഇതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. റോഷി അഗസ്റ്റിന്റെ നിലപാടിൽ അദ്ദേഹം, നമുക്കറിയാം, ബഹുമാനായ KM മാണി സാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയും അദ്ദേഹത്തിന് വേണ്ട സാധനങ്ങളൊക്കെ നേടിയെടുത്തു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പാലായിൽ മത്സരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ കണ്ടു, കഴിഞ്ഞ തവണ ജോസ് കെ മാണി പാലായിൽ പരാജയപ്പെട്ടതിന് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ടെന്നാണ് എനിക്കൊക്കെ എന്റെയൊക്കെ അറിവ്. ഞാൻ കേരള കോൺഗ്രസിൽ ഇപ്പോൾ ഇല്ലെങ്കിലും നമുക്ക് നാട്ടിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ജോസ് കെ മാണി പരാജയപ്പെട്ടതിന് ശേഷം ശ്രീ റോഷി അഗസ്റ്റിൻ മാണി സാറിന്റെ 3-ാം നമ്പർ കാർ വേണമെന്ന് പറഞ്ഞു. 3-ാം നമ്പർ കാർ വാങ്ങിച്ചു. അതിനുശേഷം മാണി സാർ താമസിച്ചിട്ട് പ്രശാന്ത് വീട് അദ്ദേഹത്തിന് വേണമെന്ന് അത് അദ്ദേഹം നേടിയെടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് പാലായിൽ മത്സരിക്കുക, MLA ആകുക. അപ്പൊ കഴിഞ്ഞ തവണ ജോസ് കെ മാണി തോറ്റു. ഇത്തവണ റോഷി അഗസ്റ്റിൻ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ജോസ് കെ മാണിയെ കടുത്തുരുത്തിയിലേക്ക് മാറ്റിയിട്ട്. പക്ഷെ അത് സാധിക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹം ജോസ് കെ മാണി തന്നെ വീണ്ടും മത്സരിച്ച് ജോസ് കെ മാണിയെ വീണ്ടും ഒരിക്കൽ കൂടി ഇല്ലായ്മ ചെയ്താൽ പാർട്ടി അദ്ദേഹത്തിനോടൊപ്പം നിൽക്കും, അല്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തിന്റെ കയ്യിലാവുമെന്നുള്ള ദുഷിച്ച ചിന്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ജോസ് കെ മാണി മനസ്സിലാക്കട്ടെ. ഞാൻ യൂത്ത് ഫണ്ട് സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചയാളാ. മാണി സാറിന് ബാർക്കോഴ വിവാദമുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ KM മാണി സാറിന് വേണ്ടി ശബ്ദിച്ചയാളാ. അന്ന് ശ്രീ റോഷി അഗസ്റ്റിൻ അടക്കമുള്ള നേതാക്കന്മാർ വായിൽ പഴം തിരികെ നിന്നപ്പോ എന്നെയാണ് നിയോഗിച്ചത്, ഞാനാണ് KM മാണി സാറിന് വേണ്ടി പ്രതിരോധം തീർത്തത്. എന്നെ പോലും ഈ പാർട്ടിയിൽ നിന്നും ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ പണ്ട് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, പൂഞ്ഞാർ സീറ്റിലേക്ക് ബഹുമാനായ മാണി സാർ എന്നെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിന് ശേഷം ശ്രീ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ ഞങ്ങളുടെ നാട്ടിലെ ചില നേതാക്കന്മാർ, ശ്രീ KJ ഫിലിപ്പ് കുഴികുളം ഉൾപ്പെടെയുള്ള ആളുകൾ മാണി സാറിനെ അവസാനം ഭീഷണിപ്പെടുത്തി തെറ്റിദ്ധരിപ്പിച്ചു. അവൻ പൂഞ്ഞാർ കൊടുത്താൽ അടുത്ത പ്രാവശ്യം പാലാ ചോദിക്കുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അന്ന് പാർട്ടിക്ക് വെളിയിൽ നിന്ന് ജോർജ് കുട്ടി ആഗസ്റ്റിനെ കൊണ്ടുവന്ന് അന്ന് എന്നെ വെട്ടി. തുടർന്ന് കഴിഞ്ഞ തവണ നിങ്ങൾ കണ്ടു, പാലായിൽ ജോസ് ടോമിനെ മത്സരിപ്പിക്കാനായി റോഷി അഗസ്റ്റിൻ മുൻകൈയെടുത്ത് എന്തിനു വേണ്ടിയാ? ജോസ് ടോം മത്സരിച്ച് പരാജയപ്പെട്ടാൽ അത് അടുത്ത തവണ റോഷിക്ക് അത് ഗുണകരമാകുമെന്ന ചിന്തയോടുകൂടി അദ്ദേഹം ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നീക്കം ഉണ്ടായതിൽ അത്ഭുതപ്പെടേണ്ട. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, ഇപ്പോ കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില നേട്ടങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ജോസ് കെ മാണിയെ അല്ലെങ്കിൽ UDF-ലേക്ക് കടക്കാൻ അല്ലെങ്കിൽ തടയിടാനുള്ള കാരണം. എനിക്ക് തോന്നുന്നു P. ശശി റോഷി അഗസ്റ്റിനെ നേരിട്ട് കാണുകയോ അദ്ദേഹത്തിന് വീട്ടിലെത്തുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ കൃത്യമായ കാര്യങ്ങൾ അറിയാം. അതാണ് റോഷി അഗസ്റ്റിനെ ഇത്തരത്തിൽ അല്ലെങ്കിൽ ജോസ് കെ മാണി എടുത്ത ഒരു തീരുമാനം. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം UDF-ലാണെങ്കിൽ അദ്ദേഹം ജയിക്കും, യാതൊരു സംശയവുമില്ല. അദ്ദേഹം, നിങ്ങൾ ഓർക്കണം, ബഹുമാനായ മാണി സാറ് അദ്ദേഹം KSUയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന റോഷി അഗസ്റ്റിന് പേരാമ്പ്ര സീറ്റ് കൊടുത്തു. രണ്ടാമത് പേരാമ്പ്ര ഞങ്ങളൊക്കെ അന്ന് ശക്തമായി നിൽക്കും. ഞാനൊക്കെ പാലായിൽ ബഹുമാനായ മാണി സാറിനോടൊപ്പം നിൽക്കുന്നു. പക്ഷേ റോഷി അഗസ്റ്റിനായിരുന്നു ഞങ്ങളുടെയൊക്കെ നേതാവായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി. ഒരുപക്ഷെ മാണി സാറിനെ വീണ്ടും അവന് ജയിക്കുന്ന സീറ്റ് വേണം, ഇടുക്കി സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭീഷണിപ്പെടുത്താൻ മുന്നിൽ നിന്നൊരാളാണ് ഞാൻ. ആ നിലയിൽ പ്രിയപ്പെട്ട മാണി സാറിന് പോലും എന്നോട് ചില നീരസം ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ പക്ഷെ അതൊക്കെ ആണ് ഭാവിയിൽ ഞാനൊക്കെ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന്. ഞാൻ പറഞ്ഞത്, അങ്ങനെ സ്വന്തം നേട്ടത്തിനു വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാൻ അദ്ദേഹം തയ്യാറാണ്. ഇവിടെ ഇപ്പൊ പറഞ്ഞു, ഞാൻ പറഞ്ഞു 25 വർഷക്കാലം ഇടുക്കിയുടെ MLA-യും 5 വർഷക്കാലം മന്ത്രിയുമായ ശ്രീ റോഷി അഗസ്റ്റിൻ എന്താണ് മാന്യത ഉണ്ടെങ്കിൽ ചെയ്യുന്നത്? അദ്ദേഹം ചെയ്യേണ്ടതിന് ജോസ് കെ മാണിക്ക് അത്തരത്തിലൊരു താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യത്തിന് നിന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഒരു മര്യാദ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ടത്. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പാർട്ടിയിലെ മറ്റു നേതാക്കളെയൊക്കെ നിഷ്പ്രഭമാക്കുക എന്നുള്ള അദ്ദേഹത്തിന് ലക്ഷ്യം. KM മാണി സാർ മരിച്ച സമയം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ വണ്ടിയിലേക്ക് ആരും കേട്ടില്ല, അല്ലെങ്കിൽ ആ മാണി സാറിന്റെ ഫോട്ടോ എപ്പോഴും എടുത്ത് നോക്ക്. ഒറ്റ ഫോട്ടോയിൽ റോഷി അഗസ്റ്റിനില്ല, മറ്റൊരു നേതാക്കന്മാരുണ്ടോ? ഫോട്ടോയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ പറഞ്ഞു, മറ്റാരെയും ഒടിപ്പിക്കുക. താനാണ് മാണി സാറിന്റെ പിൻഗാമി എന്ന് വരുത്തി തീർക്കാനുള്ള ആ വ്യഗ്രതയായിരുന്നു മാണി സാറിന്റെ അടക്കത്തെ കാണിച്ച ഷോ എന്നുകൂടി പറയാൻ ഈ അവസരം. ശരി, നന്ദി സജി മഞ്ഞക്കടമ്പൻ. ശ്രീ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.